ഇൻഫിനിറ്റ് ലാഡർ ഓഫ് കപ്പാസിറ്റേഴ്സ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുന്ന സമയത്ത് ഇൻഫിനിറ്റ് ലാഡർ വരും. അപ്പൊ ഇത് ചിലപ്പോൾ വളരെ ചെറിയൊരു സാധ്യതയിൽ ഇത് വരുള്ളൂ. ആ വരുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ഇത് ചെയ്ത് പഠിച്ചാൽ മതി. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ലാഡർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കപ്പാസിറ്റേഴ്സ് തന്നത് എന്ന് കരുതുക. ഈ ഒരു സീരീസ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അങ്ങനെ കുറേ കപ്പാസിറ്ററുകളുണ്ട്. എ ബി എന്ന പോയിന്റുകൾക്കിടയിലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കാണേണ്ടത്. ഇങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള കപ്പാസിറ്ററിൽ എല്ലാം സി ആണ്. ഓരോന്നും സി ആണെങ്കിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് പാർട്ടിൽ ഞാൻ ഈ ആദ്യത്തെ രണ്ടെണ്ണം ഇവിടുന്ന് ഒഴിവാക്കി എന്ന് കരുതുക. അങ്ങനെ ഒഴിവാക്കിയാലും വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല, കാരണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഒരു പാർട്ടിന് ഇതിൻ്റെ ടോട്ടൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടോട്ടൽ പാർട്ട് ആദ്യത്തെ രണ്ട് പെയർ ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടോട്ടൽ പെയർ കപ്പാസിറ്ററിനെ സി ഡാഷ് എന്ന് കൊടുത്തിട്ട് ഈ സർക്യൂട്ട് ചെറുതാക്കി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഇൻഫിനിറ്റ് ലാഡറിന്റെ കപ്പാസിറ്റൻസ് സി ഡാഷ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇൻഫിനിറ്റി ലാഡർക്ക് ഈ ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്താൽ കൂടുതൽ മാറ്റം വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ കാണുന്ന സർക്യൂട്ടിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും സി ഡാഷ് ആണ്. കാരണം ഈ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സി ഡാഷിൽക്ക് ഇവരും കൂടെ വരുന്നത് കൊണ്ട് കാര്യമായ മാറ്റം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പിക്ചറിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും സി ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവർ രണ്ടാളെയും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും പാരലൽ ആണല്ലോ, ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് കാണുക സി പ്ലസ് സി ഡാഷ് എന്നാണ്. ഞാൻ ആ എഫക്റ്റീവും അവിടെ കൊടുത്തു. അപ്പോൾ ഇയാള് സി പ്ലസ് സി ഡാഷ് എന്നായി. ഇനി ഇത് രണ്ടും സീരീസാണ്. സീരീസ് വരുന്ന നേരത്ത് നമ്മൾക്കറിയാം സി എഫക്റ്റീവ് ഈക്വൽ ടു C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആണ്. ഇവിടുത്തെ പ്രത്യേകത, ആ സി എഫക്റ്റീവും ഞാൻ എന്താ കൊടുക്കുന്നത്, സി ഡാഷ് ആണ്. ഇനി C1 എന്ന് പറയുമ്പോൾ ഈ ഒരാൾ സി പ്ലസ് സി ഡാഷ് ഇൻറ്റു C2 എന്ന് പറയുന്നത് സി ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. C1 പ്ലസ് C2 എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ഇത്. അപ്പോൾ സി പ്ലസ് സി ഡാഷ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2C പ്ലസ് സി ഡാഷ്. ഇങ്ങനെയാണ് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആൻസർ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഇതിൽ സോൾവ് ചെയ്തെടുക്കേണ്ടത് സി ഡാഷ് ആണ്. സി ഡാഷ് ആണ് സോൾവ് ചെയ്യേണ്ടതെങ്കിൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ തൽക്കാലം ഈ ഒരു പിക്ചർ മായ്ക്കുകയാണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2C ഇൻറ്റു സി ഡാഷ് പ്ലസ് സി ഡാഷ് സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് വരിക സി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു സി ഡാഷ് ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കാണേണ്ടത് സി ഡാഷ് ആയതുകൊണ്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. നമുക്ക് അറിയാത്തത് സി ഡാഷ് ആണ്. അപ്പോൾ സി ഡാഷ് സ്ക്വയർ പ്ലസ് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2C സി ഡാഷ് മൈനസ് സി സി ഡാഷ് എന്ന് പറഞ്ഞാൽ സി സി ഡാഷ് എന്ന് വരും. അടുത്തത് ഈ സി സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു 0. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി മോഡലാണ് വന്നത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സി ഡാഷ് ഈക്വൽ ടു മൈനസ് ബി, ഇവിടെ ബി വരുന്നത് സി ആണ്, മൈനസ് സി പ്ലസ് ഓർ മൈനസ്
റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു സി വരുന്നത് മൈനസ് ആണ്, അപ്പോൾ പ്ലസ് ആവും 4c സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a, അപ്പോൾ 2 വരും. ഇവിടെ നമ്മൾ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ പ്ലസ് ഒഴിവാക്കി മൈനസ് ആണ് വരുന്നതെങ്കിൽ ആ മൈനസിൻ്റെ ആൻസർ നമുക്ക് പോസിബിൾ അല്ല, പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5c സ്ക്വയർ ആണ്. അതിൽ സി സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ സി ഇൻറ്റു റൂട്ട് 5 ഇവിടെ ബാക്കി വരും. ഇനി ഇവിടെ ഒരു മൈനസ് സി ഡിവൈഡഡ് ബൈ 2. അതിൽ സി കോമൺ എടുത്തിട്ട് റൂട്ട് 5 മൈനസ് 1/2. ഇതാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യണമൊന്നും പ്രശ്നമില്ല, പക്ഷെ ആ ലാഡർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. 1 ആണ്, ഇവിടെ 2, ഇവിടെ 1, വീണ്ടും ഇവിടെ 2. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. വൺ ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലാഡർ ഇൻഫിനിറ്റ് ആയിട്ട് പോയാൽ ഈ ആദ്യത്തെ 2 പെയറുകൾ ഇവിടെ വരുന്ന ഈ ആളുകളെ അവിടെ വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തിനെ ഞാൻ എന്ത് വിളിച്ചു? സി എന്ന് വിളിച്ചു. ഈ ബാക്കി വരുന്ന ഭാഗത്തെ ടോട്ടൽ ഞാൻ സി വിളിച്ചാൽ ഇനി ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റീവ് കണ്ടാലും അതിന് സി വിളിക്കുക. സിയും 2ഉം കൂടെ എങ്ങനെയാണ്? പാരലലാണ്. അപ്പോൾ അവിടെ സിയും 2ഉം കൂടെ വന്നു കഴിഞ്ഞാൽ 2 + c എന്നാവും. ഇതും 1ഉം സീരീസ് ആണ്. അപ്പോൾ നമുക്ക് എക്കും ബി ഇടയിലുള്ളത് കിട്ടും. ഇതിൻ്റെ എഫക്റ്റീവ് വീണ്ടും സി ആണ്. സി എഫക്റ്റീവിൻ്റെ അവിടെ സി തന്നെ കൊടുത്തു. C1 C2 c + 2 × 1 ഡിവൈഡഡ് ബൈ c + 2 + 1. C1 + C2 എഴുതുന്നത്, അത് c + 3 എന്ന് കിട്ടും. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് വരിക. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ c² + 3c = c + 2. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ c² + 3c - c 2c - 2 = 0. അപ്പോൾ ആ സീന് സോൾവ് ചെയ്യുമ്പോൾ -2 ± അതിൽ പ്ലസ് നമ്മൾക്ക് വരുള്ളൂ, മൈനസ് വരാൻ കഴിയില്ല. റൂട്ട് ഓഫ് b² - 4ac. b² എന്ന് പറഞ്ഞാൽ 4 -4ac പ്ലസ് ആവും. 4 × 2 എന്ന് പറയുമ്പോൾ 8 വരും. ഡിവൈഡഡ് ബൈ 2 = 4 + 8 √12 ആണ്. √12 വേണമെങ്കിൽ നമുക്ക് 2√3 -2 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇതിൽ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ √3 - 1. ഇതായിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റൻസ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ആണ് പോകുന്നത്. ഇൻഫിനിറ്റ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2 4 2 4 എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഈ ഭാഗത്തെ ടോട്ടലായിട്ട് നമ്മൾ സി എന്ന് വിളിക്കുക. ഇതിനാദ്യം സി എന്ന് വിളിച്ചിട്ട് ആ സിയും 4ഉം കൂടെ എങ്ങനെയാണ്? പാരലൽ. അപ്പോൾ ഇത് വരിക 4 + c എന്നാണ് വരിക. ഇത് രണ്ടും സീരീസ് ആണ്, എ ബി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവും സി ആയിരിക്കും. c = 4 + c × 2. c1 c2 ഡിവൈഡഡ് ബൈ c1 + c2 ലാണ് കൊടുക്കുന്നത്. പ്ലസ് c1 + c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 + c എന്ന് കിട്ടും. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ വരിക
സി സ്ക്വയർ പ്ലസ് 6c ഈക്വൽ ടു 8 പ്ലസ് 2c. ആ 2c ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സി സ്ക്വയർ പ്ലസ് 4c മൈനസ് 8 ഈക്വൽ ടു 0. സി ഈക്വൽ ടു മൈനസ് ബി മൈനസ് 4 പ്ലസ് ഓർ മൈനസിൽ പ്ലസ്സേ വരുള്ളൂ. റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 4ac പ്ലസ് ആവും. 4 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 32 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇവിടെ റൂട്ട് 48 വരും. അപ്പോൾ അവിടെ 16ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4 ഉണ്ടാവും. 4 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൈനസ് 4 പ്ലസ് 4 റൂട്ട് 3 ബൈ 2 ഈക്വൽ ടു ആണെങ്കിൽ നമുക്കത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തിട്ട് 2 റൂട്ട് 3 മൈനസ് 2 എന്ന് എഴുതാം. ഇതൊന്നും നോക്കൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഇൻഫിനിറ്റ് ലാഡറിന്റെ ഒരേ ടൈപ്പ് പ്രോബ്ലം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇതില് വേറെ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതിലെ അടുത്ത ഒരു ടോപ്പിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. നമുക്ക് ഇൻഫിനിറ്റ് ലാഡർ ഉണ്ടാവും. 1 2 ഇങ്ങനെ ഒരുപാട് ലാഡറുകൾ തന്നിട്ട് ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ മറ്റൊരു കപ്പാസിറ്റർ സി തരും. ഇവിടെയൊക്കെ ലാഡറാണ്, ഒരുപാട് ആളുകളുണ്ട്. ഇതും നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ്റെ ചോദിക്കുന്ന രീതി മാറും. അതിങ്ങനെയാണ്, ഇവിടെ എത്ര സെക്ഷൻ ഉണ്ടോ ആ നമ്പർ ഓഫ് സെക്ഷന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. നേരത്തെ അതേപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ എത്ര സെക്ഷൻ ഉണ്ടായാലും ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ ബാധിക്കുന്നില്ലെങ്കിൽ ഈ സീൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കപ്പാസിറ്റൻസ് ഉണ്ടായിട്ടും ഇതിനെ ബാധിക്കുന്നില്ലെങ്കിൽ ഇതായിരിക്കണം എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? സി എന്ന് വിളിക്കുക. ചോദ്യം ഒരു ഭാഷ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ സി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ C+2 പാരലലാണ്. ആ C+2 എന്ന് പറയുന്ന ആള് 1ന് സീരീസ് ആണ്. എന്നിട്ട് ബാക്കിയുള്ള അതേപോലെ ചെയ്യാം. C ഈക്വൽ ടു C+2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ C+2 പ്ലസ് 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് C കാണും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻഫിനിറ്റ് ലാഡറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കേ വരുള്ളൂ, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും.